ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമുണ്ടാകട്ടെ. ഈ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ ദൈവത്തിൻ്റെ വചനം എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങൾ രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുക. രാജാവിൻ്റെ നാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ചില പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത എന്നുള്ളത് യഹൂദന്റെ നിലനിൽപ്പിന് എതിരെയുള്ള ഒരു പോരാട്ടം. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം തെരഞ്ഞെടുത്ത ജനങ്ങൾക്കെതിരെ ഒരു പോരാട്ടം. ഇതിൻ്റെ 3-ാം അധ്യായത്തിലാണ് ആ പിക്ചർ നമുക്ക് ക്ലിയർ പിക്ചറായിട്ട് കിട്ടുന്നത്. യഹൂദന്റെ നിലനിൽപ്പിനെതിരെ ഹാമാൻ എന്ന് പറയുന്ന ആ ദേശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു അധികാരി, എന്ന് വെച്ചാൽ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ഒരു മന്ത്രി എഴുന്നേൽക്കുന്നു. അത് എഴുന്നേൽക്കുവാൻ കാരണമെന്നുള്ളത് മൊർദെഖായി എന്ന ആ മനുഷ്യനെതിരെയാണ് ആദ്യമായി ആ പ്രശ്നം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ താൻ വരുമ്പോഴും പോകുമ്പോഴും വാതിൽ കാവൽക്കാരനായിരിക്കുന്ന മൊർദെഖായി എഴുന്നേൽക്കുന്നില്ല. അതായിരുന്നു പ്രശ്നം. പക്ഷേ ആ മൊർദെഖായിക്കെതിരെ അദ്ദേഹത്തിന് ശിക്ഷാ നടപടി എടുക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ അവിടെ അതല്ല പ്രശ്നം. നോക്കണം, ഹാമാൻ അവന്റെ ജാതിയെ തിരിച്ചറിയുക, എന്ന് വെച്ചാൽ അവൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാരെ ഒക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. യഥാർത്ഥമായി മൊർദെഖായി ആണ് അവന്റെ ടാർജറ്റ്. പക്ഷേ മൊർദെഖായിയെ മാത്രമല്ല അവൻ ടാർജറ്റ് ചെയ്തത്, യഹൂദന്മാരെ മുഴുവൻ. എന്നുവെച്ചാൽ ദൈവം തെരഞ്ഞെടുത്ത ജനത്തിനെ മുഴുവൻ നശിപ്പിക്കും. ഈ ഏതാണ്ട് 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവകൾ കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ കൈവശം എഴുത്ത് അയച്ചു. അപ്പൊ നോക്കണം, ഒരു നിയമം ഉണ്ടാക്കുക. എന്താണ് നിയമം? യഹൂദനാണോ ആ വംശത്തിലുള്ള വ്യക്തികൾ, അവന്റെ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, വസ്തുവകകൾ മുഴുവൻ. അപ്പൊ യഹൂദനെതിരെയാണ് യുദ്ധം. ദൈവം തെരഞ്ഞെടുത്തവനെതിരെയാണ്. അവിടെ മുഴുവനും മുടിച്ചു കളാൻ. പ്രൈസ് ദി ലോർഡ്. അതിന് അദ്ദേഹം ചെയ്തത് എന്താ? രാജാവിന്റെ നാമത്തിൽ എഴുതി രാജാവിന്റെ കയ്യിലെ മോതിരം കൊണ്ട് ഒപ്പിടിച്ച് അല്ലെങ്കിൽ മുദ്ര വെച്ച ഒരു കത്ത് കൊടുത്തുവിടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം, ശത്രു എക്കാലത്തും അങ്ങനെ. ശത്രു നമ്മോട് പറയുന്നത് തീർന്നു. അപ്പൊ ഈ 3-ാം അധ്യായം വായിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പിക്ചർ ഇങ്ങനെയാണ്: ഞാനൊരു യഹൂദനാണെങ്കിൽ ശത്രു എന്നെ കൊല്ലും. ആദാർ മാസം 13-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ വസ്തുവകകളും ഈ ഭൂമിയിൽ ഇനി ഉണ്ടാകത്തില്ല എന്ന ചിന്തയായിരിക്കും ഹല്ലേലൂയ ആ മനുഷ്യന് വരുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 13-ാമത്തെ വാക്യം, ഹാമാന്റെ ഭാര്യ സേരസ് ഹാമാനോട് പറയുന്നൊരു വാക്കുണ്ട്: അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. അപ്പോഴേ നോക്കുക, യഹൂദ വംശക്കാരനാകുന്നെങ്കിൽ. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനത്തെ ജയിക്കാൻ കഴിയത്തില്ല എന്ന് ഹല്ലേലൂയ, സ്തോത്രം. ഒരു ജാതീയ സ്ത്രീയാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം അറിയണം, അപ്പൊ ദൈവജനത്തിന് ഉള്ള സംരക്ഷണങ്ങൾ, വിടുതലുകൾ ജാതീയ പശ്ചാത്തലത്തിലുള്ളവർക്ക് പോലും മനസ്സിലാകുന്നു എന്നുള്ളത് ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കും. ഇസ്രായേൽ മക്കളെ കുറിച്ച് രാഹാബ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിങ്ങനെയാ: നിങ്ങളെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, നിങ്ങൾ നിമിത്തം ഞങ്ങൾ ഉരുകിപ്പോകുന്നു.
ഞങ്ങൾ എരിഹോവിന്റെ വാതിൽ ഞങ്ങളുടെ രാജാവ് അടയ്ക്കാൻ കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഭയനിമിത്തം. അപ്പോൾ ജാതികൾ യഹൂദനെ അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ജനത്തെ ഭയപ്പെടുന്നു എന്നുള്ളത്. ഇനിയും ബാലാക്ക് എന്ന് പറയുന്ന സ്തോത്ര രാജാവ് ബിലയാം എന്ന അല്ലെങ്കിൽ ജാതീയ പ്രവാചകനെ വിളിച്ചുകൊണ്ടുവന്ന് ശപിക്കാൻ വേണ്ടി പോകുമ്പോഴും ബിലയാം ദൈവജനത്തെ കണ്ടിട്ട് പറയുന്ന വാക്കുകൾ നമുക്കറിയാം. സ്തോത്രം. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, മാത്രമല്ല ആഭിചാരം ഇവർക്ക് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ചേർന്നു പോകത്തില്ല എന്ന് വെച്ചാൽ എൻ്റെ ശാപം ഹല്ലേലൂയ ഇവരുടെ മേൽ ഫലിക്കത്തില്ല, എനിക്കിവരെ നശിപ്പിക്കാൻ പറ്റത്തില്ല, എൻ്റെ ശാപം ഇവർക്ക് ഏൽക്കത്തില്ല എന്ന് ഒരു ജാതിക പ്രവാചകന് പറയുവാനായിട്ട് കഴിയുന്നു. അപ്പൊ നാം മനസ്സിലാക്കുക, ഹല്ലേലൂയ, നമുക്കെതിരെ പോരാട്ടം, ദൈവമക്കളെ നമുക്കെതിരെ എല്ലാ കാലത്തും പോരാട്ടമുണ്ട്. എന്നാൽ ഒരു കാര്യം യാഥാർത്ഥ്യമാ, ഹല്ലേലൂയ, സ്തോത്രം, അവ ഒന്നും നമ്മെ ജയിക്കത്തില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാഹാബിന്റെ വാക്കുകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജാതീയ പ്രവാചകനായ ബിലയാമിന്റെ വാക്കുകളൊക്കെ ഞാൻ ഇവിടെ കൂട്ടിയത് അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ ഹല്ലേലൂയ കുറിവാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുക. സ്തോത്രം. സേരസു പറഞ്ഞതുപോലെ തന്നെ ഹാമാൻ തകർക്കപ്പെട്ടു, അവൻ കഴുകുമരക്കൽ തൂക്കപ്പെട്ടു. ശേഷമായിട്ട് രാജാവ് എസ്തേറിനോടും മൊർദെഖായിയോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിടുവൻ. എന്ന് വെച്ചാൽ ബോധിച്ച ഒരു നിയമം കിടക്കുക. എന്താ നിയമം? രാജാവിൻ്റെ കൈപ്പട കൊണ്ട് എഴുതിയ, അല്ലെങ്കിൽ രാജാവിൻ്റെ നാമത്തിൽ എഴുതിയ, രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിട്ട ഒരു നിയമം കിടക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുതിയ നിയമം. എന്ത് നിയമം? നിങ്ങൾക്ക് ബോധിച്ചതുപോലെ, ഹാമാന് ബോധിച്ചതുപോലെ ഹാമാൻ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ബോധിച്ചതുപോലെ എന്ന് വെച്ചാൽ യഹൂദന് അനുകൂലമായി എങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ അതൊക്കെ എൻ്റെ നാമത്തിൽ എഴുതി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മോതിരം കൊണ്ട് നിങ്ങൾ ഒപ്പിട്ട് നിങ്ങൾ കൊടുക്കുവീനെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവമക്കൾക്കെതിരെ, ദൈവജനത്തിനെതിരെ ഹല്ലേലൂയ മുടിക്കുവാൻ കടന്നു വന്നവൻ ഹല്ലേലൂയ തകർന്നുപോയി എന്നുള്ളത് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ, ഒരു പുതിയ നിയമം ആ രാജ്യത്ത് വരത്തക്ക രീതിയിൽ, അതും യഹൂദന് ബോധിച്ചതുപോലെ എങ്ങെന്ത് വേണമെങ്കിലും എഴുതാം. ഹല്ലേലൂയ. ഇപ്പൊ പേപ്പർ കയ്യിൽ കൊടുത്തിരിക്കുക, എഴുതിക്കോ എൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായൊരു പിക്ചറായി പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പറയുന്നത്. ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. അരിമനാഥന്റെ ഹല്ലേലൂയ പാദപീഠത്തിൽ ഈ പ്രഭാതത്തിൽ ഇരുന്ന് കരയുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ബോധിച്ചതുപോലെ എന്ന് വെച്ചാൽ നിന്നെ തകർക്കാൻ ശ്രമിച്ച സ്ഥാനത്ത്, നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കാൻ ശ്രമിച്ച സ്ഥാനത്ത്, നിനക്ക് ഹല്ലേലൂയ നിന്റെ വസ്തുവകകൾ നശിപ്പിച്ചു കളയാൻ സ്ഥാനത്ത്, പ്രൈസ് ദി ലോർഡ്, ഇപ്പോ വരുന്ന പുതിയ നിയമം നിനക്ക് അനുകൂലമായി രാജാവ് എഴുതുകയല്ല. പ്രൈസ് ദി ലോർഡ്. പകരം ഹല്ലേലൂയ നിനക്ക് അതിനകത്ത് എന്തൊക്കെ ക്ലോസ് വേണേലും വെക്കാം, നിനക്കത് എങ്ങനെയൊക്കെ വേണേലും സെറ്റ് ചെയ്യാം എന്ന നിലവാരത്തിലേക്ക് രാജാവിനെ കൊണ്ടുവന്ന ആ ദൈവപ്രവർത്തിയെ പകൽക്കാലം ഞാൻ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മാറ്റം വരാത്ത മേദ്യരുടെയും പാഴ്സികരുടെയും നിയമത്തിന് ഹല്ലേലൂയ, സ്തോത്രം, അത് നിലനിൽക്കുമ്പോൾ ഇതാ മാറ്റം വരാത്ത മേദ്യരുടെയും പാഴ്സിയുടെയും മറ്റൊരു നിയമം, ഒരു പുതിയ നിയമം അവിടെ വരികയും അത് രാജാവിന്റെ നാമത്തിൽ, രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് മുദ്രയിട്ടത്. ദൈവമക്കളെ, സ്തോത്രം. നീ ഒരു ദൈവവൈതലാണോ? നീ ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ ദുഷ്ടൻ ഒരിക്കലും കഴിയത്തില്ല. നീ തീർന്നു പോയെന്ന് ചിലപ്പോൾ നിനക്ക് തോന്നാം, എന്നാൽ നീ തീർന്നിട്ടില്ല. ഹല്ലേലൂയ. അതിശക്തമായി നീ പുറത്തു വരും. പ്രൈസോ. പൂരീം എന്നൊരു ഉത്സവം യഹൂദന്റെ ഉത്സവത്തോട് ആഡ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ആ രാജ്യത്ത് ഹല്ലേലൂയ യഹൂദന് സുഖകരമായി ജീവിക്കത്തക്ക നിയമം പുതിയ വന്ന ഒരനുഗ്രഹീയ ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഈ പകൽക്കാലം ധ്യാനിച്ചത്. അതുകൊണ്ട് നിന്നെ നശിപ്പിക്കാൻ പിശാച് പദ്ധതിയിടുമ്പോൾ ദൈവപ്പുറത്ത് നിന്നെ രക്ഷിക്കുവാൻ, ഹല്ലേലൂയ, ശ്രേഷ്ഠതയിലേക്ക് നിന്നെ നടത്തുവാൻ ഒരു നിയമം അപ്പുറത്ത് ദൈവം ഉണ്ടാക്കുന്നുണ്ട്. വിശ്വസിക്കാം, നീ നശിക്കുകയില്ല. നിന്നെ നശിപ്പിക്കുവാൻ ഉപയോഗിച്ച ആയുധം പരാജയപ്പെടുമ്പോൾ അതേ ആയുധം നിന്റെ രക്ഷയ്ക്കും വിടുതലിനും നന്മയ്ക്കായി തീരുമെന്ന് ഈ പ്രഭാതത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഹാമാൻ യഹൂദനെതിരെ എഴുന്നേറ്റത്
ഹല്ലേലൂയ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെതിരെ എഴുന്നേറ്റത്. എന്നാൽ ഹാമാന് ജയിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധം കേവലം ഹല്ലേലൂയ ഹാമാനും മൊർദെഖായും തമ്മിലായിരുന്നില്ല. ഹല്ലേലൂയ. അമാലേക്ക് ജാതീയ ശക്തിയും ഹല്ലേലൂയ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം ഹല്ലേലൂയ യഹോവയും തമ്മിലായിരുന്നു. അമാലേക്കും യഹോവയും തമ്മിലുള്ള യുദ്ധമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് യഹോവയും ഹല്ലേലൂയ തൻ്റെ ജനവും ജയിച്ചത് ഈ പകൽക്കാലം ധ്യാനിച്ചു. അതുപോലെ അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന എല്ലാം ഈ പകൽക്കാലം മാറി അവർ ജയിച്ച സന്തോഷം, അവർ ജയിച്ച ആനന്ദം അവരുടെ കയ്യിൽ കൊടുത്ത് ഈ പകൽക്കാലം അവരെ സന്തോഷിപ്പിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കർത്താവേ പരിശുദ്ധാത്മാവിൽ അധിക ജ്ഞാനം അവർക്ക് കൊടുത്ത് ഗ്രഹിക്കുവാൻ കൃപ ചെയ്യണം. മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.